2025 നാം കണ്ട ജിയോ പൊളിറ്റിക്സോ സംഭവ വികാസങ്ങളോ ഒന്നും തന്നെയല്ല 2025 അവസാന നാളുകളിൽ നാം കാണുന്നത്. തുടക്കത്തിൽ തന്നെ ചർച്ചകളിൽ പലവട്ടം ഞങ്ങൾ പറഞ്ഞിരുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയല്ല, അത് തുടരുകയായിരിക്കും. പക്ഷെ യഥാർത്ഥ യുദ്ധം ആരംഭിക്കുന്നത് ദക്ഷിണ ഏഷ്യയിലായിരിക്കും എന്ന്. അത് ഏറെക്കുറെ ശരിയായി വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളെല്ലാം അത്തരത്തിലായിരുന്നു. ചൈന തായ്വാനെ വളഞ്ഞ് നടത്തുന്നത് വെറും സൈനികാഭ്യാസമല്ല എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് ചൈന അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാൻ ഭയന്നിരിക്കുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന സൈനിക അഭ്യാസം എന്ന പേരിൽ നടക്കുന്ന ഈ ഒരു വികാസങ്ങളുടെ പേരിൽ അതിന്റെ മറവിൽ ചൈന ആക്രമിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധരും വിലയിരുത്തുന്നു. കാരണം ചൈനയെ സംബന്ധിച്ച് ഇനി ഒട്ടും സമയമില്ല. 2027 മുമ്പ് തായ്വാൻ പിടിച്ചെടുക്കും, ചൈനയ്ക്കൊപ്പം ചേർക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ ഏറിയ ആളാണ് ഷീ ജിൻപിങ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി അധിക സമയങ്ങളില്ല. 2026 തന്നെ അത് പിടിച്ചെടുത്തേ മതിയാകൂ. ഇല്ല എങ്കിൽ അതിനുവേണ്ടി വീണ്ടും ഊർജവും പണവും ചെലവഴിച്ച് പിന്നെയും കാത്തിരിക്കേണ്ടതായി വരും. ഇപ്പോഴെല്ലാം കൊണ്ടും അതിന് പറ്റിയ സമയമാണെന്ന് ചൈന കരുതുന്നു. അതിന് പ്രധാന കാരണം ഇന്ത്യയുമായി ഇപ്പോൾ അല്പം രമ്യതയിലാണ്, സ്നേഹത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിർത്തിയിൽ സുരക്ഷിതമുണ്ട്, ഇല്ലെങ്കിൽ അവിടെ ശാന്തതയുണ്ട്. ഒപ്പം തന്നെ ട്രംപ് വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ്. മറ്റൊന്ന്, റഷ്യ ഒരു ഭാഗത്ത് തകർത്തടിച്ച് മുൻപോട്ട് പോകുന്നു. അതേത് നിമിഷവും നാറ്റോ സഖ്യരാജ്യങ്ങൾക്ക് നേരെയോ ഇല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെയോ ഒക്കെ ആയുധ പ്രയോഗം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധ, ഇല്ലെങ്കിൽ ലോക നേതാക്കളുടെ ശ്രദ്ധ പല ഭാഗത്തായി ചിന്നിച്ചിതറി നിൽക്കുന്ന ഈ സാഹചര്യം തന്നെയാണ് ചൈനയ്ക്ക് ഏറ്റവും അഭികാമ്യമെന്ന് ചൈനീസ് സൈന്യവും കരുതുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏറെ കൊട്ടിഘോഷിച്ച് ട്രംപ് നിർത്തി എന്ന് പറയുന്ന 8 യുദ്ധങ്ങളും വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. കംബോഡിയൻ തായ്ലാൻഡും തമ്മിൽ അടിച്ച അടി ഇപ്പോഴും തീരാതെ മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ചൈന. ഒപ്പം തന്നെ ഗസ കരാർ പൊളിഞ്ഞു തുടങ്ങിയതായി ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അവിടെ വീണ്ടും ഹമാസും ഹിസ്ബുള്ളയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞിരുന്നത്. അതുകൂടാതെ തന്നെ ഇറാന് പുതിയൊരു വാർണിംഗ് നൽകാനും ട്രംപ് മറന്നില്ല. ഇറാൻ വീണ്ടും ആണവ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നു, ഇത് അനുവദിക്കില്ല, ഉടൻ തകർക്കും എന്നാണ് പറയുന്നത്. അതായത് 2025 സാമ്പിൾ വെടിക്കെട്ട് നടത്തിയെടുത്ത്, ഇല്ലെങ്കിൽ ട്രെയിലർ ആയിരുന്നു ഇറാൻ അമേരിക്ക ആക്രമണം. ഒപ്പം തന്നെ ഗസയിൽ ഉള്ള ആ ഒരു സംഘർഷം, വെടിനിർത്തൽ, ഇതെല്ലാം തൽക്കാലത്തേക്ക് ഒരു ശമനമായിരുന്നു എങ്കിൽ 2025 അവസാനമാകുമ്പോഴേക്കും അതിനപ്പുറത്തേക്ക് ചില മേഖലകൾ കൂടി യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തായ്വാന്റെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ചൈന നടത്തുന്ന നീക്കങ്ങളാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ജപ്പാൻ പ്രത്യക്ഷത്തിൽ തന്നെ തായ്വാന്റെ രക്ഷകരായി എത്തുന്നുണ്ട്, ഒപ്പം ദക്ഷിണ കൊറിയ. ഇതിനിടയിൽ ഇന്നലെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വാർത്ത കൂടി വന്നിരുന്നു. ഉത്തര കൊറിയ മറ്റൊരു ആയുധം, ഒരു വലിയ ദീർഘദൂര മിസൈൽ അവർ ഇന്നലെ പരീക്ഷിച്ചു എന്നുള്ളത്. അതായത് ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ വലിയ അകലത്തിലല്ല. അതോടൊപ്പം തന്നെ തായ്വാനും ജപ്പാനും തമ്മിലുള്ള ദൂരം 160 കിലോമീറ്ററിലാണെന്ന് കൂടി നാം ഓർക്കണം. അതായത് അവിടെ ഒരു സംഘർഷമുണ്ടായ ആകെയെല്ലാം കലങ്ങിമറിയും. അതിനിടയിൽ അമേരിക്കയിലെ തിങ്ക് ടാങ്ക് ഗ്രൂപ്പിന്റെ ഒരു പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിലവർ പറയുന്ന 2026 ഇന്ത്യ പാക് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും, ഇന്ത്യ പാക് സംഘർഷമായത് വളരും. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാകുമെന്ന്. അതായത് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു, 2025 തുടക്കങ്ങളിൽ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, യഥാർത്ഥ യുദ്ധം ആരംഭിക്കുക ഈ പറയുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലായിരിക്കും, ഇല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെയായിരിക്കും. അതിനു മുമ്പ് ഈ ലോകത്ത് നടക്കുന്നതൊക്കെ വെറും ട്രെയിലർ മാത്രമായിരിക്കുമെന്ന്. ഏതായാലും ട്രംപിന് റോൾ ഉള്ളതും റോൾ ഇല്ലാത്തതുമായ അനവധി സംഭവങ്ങളാണ് 2026 കാത്തിരിക്കുന്നത്. റോളുള്ള സംഭവങ്ങൾ ഏതെങ്കിലും ചോദിച്ചാൽ ഗസയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ട്രംപ് ആയതുകൊണ്ട് ഇനി അറ്റ കൈക്ക് ഇസ്രായേലിനോട് ബോംബിടാൻ പറയുമായിരിക്കാം. ഏതായാലും ഇറാനെ ഒതുക്കിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മേധാവിത്വം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നേക്കാം. ഇതിനിടയിൽ അദ്ദേഹത്തിന് തീർക്കേണ്ടതായ ഒരു വിഷയം വെനുസലയിലുണ്ട്. വെനുസലയെ വളഞ്ഞ് ഈ US സൈനികർ നിൽക്കുന്നു. അത് എന്തായി തീരുമോ എന്തോ. ഏതായാലും ഇതിനിടയിൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ട് എങ്ങുമെത്താതെ പോയ റഷ്യ ഉക്രൈൻ വാറുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആകട്ടെ തന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കലിപൂണ്ട് നിൽക്കുകയാണ്. ഇതിൽ ട്രംപിനെയും ശുഭദിനാക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് വേണ്ടാത്ത പണിയാണ് സെലൻസ്കിയും കൂട്ടരും ചെയ്തതെന്ന്. പക്ഷെ സെലൻസ്കി പറയുന്നു ഇത് വെറും നാടകം മാത്രമാണെന്ന്. ഏതായാലും ആ യുദ്ധം ഉടനെങ്ങും തീരുന്ന ലക്ഷണമില്ല. ഇനി സെലൻസ്കി ആ രാജ്യം തന്നെ അടിയറ വെച്ചാലും പുടിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കരുതാൻ കഴിയില്ല അത് സമാധാനത്തിൽ പോകുമെന്ന്.
ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കീവിന് നേരെ മാരകമായ ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഹാര താണ്ഡവമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധത്തിന്റെ ആദ്യകാലങ്ങളിലോ ഇല്ലെങ്കിൽ 2020 തുടക്കത്തിലോ ഒക്കെ നമ്മൾ കണ്ട സോഫ്റ്റ് ആയിട്ടുള്ള ആക്രമണമല്ല ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ളത്. ഏതായാലും ഉക്രൈനും അതനുസരിച്ചുള്ള രീതിയിൽ തിരിച്ചടിക്കുന്നുമുണ്ട്. ഇതൊക്കെ റഷ്യയെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ചൈനയുടെ ഈ തായ്വാൻ പിടിച്ചെടുക്കൽ നീക്കം. ഇവിടെ ഇപ്പോൾ സേഫായി നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഇന്ത്യയുമല്ല. നമ്മുടെ അതിർത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശ്. അവിടെ സമാധാനത്തിന്റെ ഒരു വഴി തുറക്കുമെന്ന് കരുതിയിടത്താണ് ഇന്നലെ അതിഭീകരമായ രീതിയിൽ ഹിന്ദു കൂട്ടക്കൊല അവിടുത്തെ തീവ്രവാദികൾ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഏത് നിമിഷവും ഈ അവസരം മുതലെടുത്ത് ഒരു ആക്രമണത്തിന് തുനിയുമോ എന്ന് അവരും കരുതുന്നുമുണ്ട്. എന്തായാലും ഇന്ത്യ ഒരു അടിക്ക് തയ്യാറായി തന്നെ നിൽക്കുന്നു. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. മറുഭാഗത്താകട്ടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം അതേപോലെ തന്നെ നിലനിൽക്കുന്നു. വെടിനിർത്തൽ കരാറിൽ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വെടി പൊട്ടിയേക്കാം. അങ്ങനെ നിൽക്കുകയാണ്. അതായത് 2025 തുടക്കത്തിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറിലേക്ക് പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് 2026 വാർത്തകൾക്ക് ക്ഷാമം ഉണ്ടാകില്ല, യുദ്ധങ്ങൾക്കും. ഇത് തന്നെയാണ് ന്യൂസിന്റെ അമലതിൽ പോയിന്റ്. നന്ദി, നമസ്കാരം.